വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിശ്വ ടീച്ചിങ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൊഡ്യൂൾ 4A അക്കൗണ്ടിംഗ് ഓഫ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നമുക്ക് എന്താണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതെന്ന്? ദോ ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടർ ഈസ് പ്രീഡോമിനൻ്റ്ലി ബാങ്ക് ഡൊമിനേറ്റഡ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ എക്സിസ്റ്റ് ഫ്രം 1940s. അതായത് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സെക്ടർ, അതായത് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ പ്രധാനമായിട്ട് ബാങ്കുകൾക്കാണ് മുൻതൂക്കം എങ്കിൽ പോലും 1940-കൾ മുതൽ എന്തവിടെ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്? NBFI, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നൊക്കെ ബാക്കി എന്താണ് പറയുന്നത്? NBFIs can be divided into financial institutions and non-banking financial companies. ഈ ഒരു NBFI, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്നും, അതായത് FI എന്നും NBFC എന്നും നമ്മൾ NBFIയെ ഡിവൈഡ് ചെയ്യുന്നു. അതിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കേ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനറലി മീറ്റ് ദ ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹൗസസ്. നമ്മൾ പറഞ്ഞു NBFI, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്നും. അതിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, FIs ഇൻക്ലൂഡ്സ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സെട്ര. ഈ ഒരു FIയിൽ, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ നബാർഡ്, അതുപോലെ തന്നെ സിഡ്ബി പോലെയുള്ളവയൊക്കെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് NBFC എന്നാണ് പറയുന്നത്. നോക്കിക്കേ, NBFCs are financial institutions that offer certain or limited banking services even if they do not have banking license. ബാങ്കിങ് ലൈസൻസ് ഇല്ല എങ്കിൽ പോലും ഈ ഒരു NBFC എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, NBFC എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതെന്താണ് ഓഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്? സർട്ടൻ അല്ലെങ്കിൽ ലിമിറ്റഡ് ബാങ്കിങ് സർവീസസുകൾ, അല്ലേ? ബാങ്കിങ് ലൈസൻസ് ഇല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്താ ഓഫർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്? പരിമിതമായിട്ടുള്ള അല്ലെങ്കിൽ ചില ബാങ്കിങ് സർവീസസുകൾ ഇത് ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. Most of the NBFCs are private players and they play an important role in providing financial services to the unbanked segments of the society. നമ്മുടെ സമൂഹത്തിലെ, സൊസൈറ്റിയിലെ അൺബാങ്ക്ഡ് സെഗ്മെൻറ്റ്സിലെ ഫിനാൻഷ്യൽ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇവർ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ മിക്ക NBFCസും, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും പ്രൈവറ്റ് പ്ലേയേഴ്സാണ്. അവരപ്പോൾ നമ്മുടെ സമൂഹത്തിലെ അൺബാങ്ക്ഡ്, ബാങ്കുകളില്ലാത്ത ആ ഒരു സെഗ്മെൻറ്റുകളിലൊക്കെ എന്താണ് ഫിനാൻഷ്യൽ സർവീസസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. The unbanked population in the country prefer NBFCs because of the innovative productive line, attractive creditive terms, wider and effective reach, controlled bar debts, ground level knowledge of the customers, etc. നോക്കി, ഈ ഒരു അൺബാങ്ക്ഡ് പോപ്പുലേഷൻ, നമ്മുടെ രാജ്യത്തെ ഈ ഒരു അൺബാങ്ക്ഡ് പോപ്പുലേഷൻ എന്തുകൊണ്ട് ഇവർ NBFC തന്നെ പ്രിഫർ ചെയ്യണം, അല്ലേ? ഇപ്പോൾ ബാങ്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളെ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ആശ്രയിക്കാതെ എന്തുകൊണ്ട് ഇവർ NBFCയെ തന്നെ ആശ്രയിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവരെ ഈ ഒരു NBFC പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ലൈൻസ്, അതുപോലെ തന്നെ എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് ടേംസ്, അതുപോലെ തന്നെ എഫക്റ്റീവ് ഉള്ള റീച്ച്, അതുപോലെ തന്നെ എന്താണ് ബാർ ഡെപ്റ്റിനോടുള്ള ആ ഒരു കൺട്രോള്, കസ്റ്റമേഴ്സിൻ്റെ ഗ്രൗണ്ട് ലെവൽ നോളജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരെ ഈ ഒരു NBFC പ്രിഫർ ചെയ്യാൻ, ഈ ഒരു അൺബാങ്ക്ഡ് പോപ്പുലേഷനെ അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡെഫിനേഷൻ ഓഫ് NBFC. നോക്കിക്കേ, എ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഇസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013/1956. നോക്കിക്കേ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013/1956 കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ NBFC എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു കമ്പനികൾ മെയിനായിട്ടും ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നതെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ലോൺ ആൻഡ് അഡ്വാൻസസ്, അതായത് ലോൺ കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ്, അക്വസിഷൻ ഓഫ് ഷെയർസ് ഓർ സ്റ്റോക്സ് ഓർ ബോൺസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ അതർ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെൻറ് അല്ല എങ്കിൽ എന്താണ് ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ്, സ്റ്റോക്ക് പോലെയുള്ളവയുടെ അക്വസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്, അതുപോലെ തന്നെ ലീസിങ്, ഹയർ പർച്ചേസ്, ഇൻഷുറൻസ് ബിസിനസ്, ചിറ്റ് ബിസിനസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ എൻഗേജ് ചെയ്തിരിക്കുന്ന കമ്പനികളാണ് NBFC എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ കമ്പനികളാണ് NBFCയിൽ പെടാത്തതെന്നാണ് പറയുന്നത്. നോക്കിക്കേ, NBFCs do not include any institution whose principal business is that of agriculture activity, industrial activity, purchase or sale of any goods other than securities, providing any services and sale or purchase or construction of immobile property. അതായത്
ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയോ അല്ല എങ്കിൽ സെക്യൂരിറ്റീസ് അല്ലാതെ മറ്റേതെങ്കിലുമൊക്കെ ഗുഡ്സിൻ്റെ പർച്ചേസ്, സെയില്, അതുപോലെ തന്നെ ഏതെങ്കിലും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പർച്ചേസോ സെയിലോ കൺസ്ട്രക്ഷനോ ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകൾ എൻഗേജ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ളത് പ്രിൻസിപ്പൽ ബിസിനസ് ആക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളൊന്നും തന്നെ NBFCയിൽ ഉൾപ്പെടുന്നവയല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബാങ്ക്സ് ആൻഡ് NBFCs. ബാങ്കുകളും NBFCയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഏരിയാസ് ഓഫ് ഡിസ്റ്റിങ്ഷൻസ്, ബാങ്ക്സ്, NBFCs. നോക്കിയൊക്കെ അതിൽ ആദ്യത്തേത് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്താണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്? അറ്റ് എനി ടൈം വി ക്യാൻ വിഡ്രോ അല്ലേ. ഏത് സമയത്തും നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും, നമുക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ ബാങ്ക്സ് അക്സെപ്റ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്, ബാങ്കുകൾ ഡിമാൻഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും അല്ലേ. ഇനി NBFCയുടെ കേസിലാണെങ്കിലോ NBFCs കനോട്ട് അക്സെപ്റ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്, NBFCകൾക്ക് ഡിമാൻഡ് ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ചെക്ക് ആണ്. ചെക്കുകൾ ഇഷ്യൂ ചെയ്യുന്ന കേസിലാണെങ്കിൽ ബാങ്ക്സ് ക്യാൻ ഇഷ്യൂ ചെക്ക് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഓൺ ഇറ്റ് സെൽഫ്, ബാങ്കുകൾക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാനും അത് ഡ്രോ ചെയ്യാനും സാധിക്കും. ഇനി NBFCയുടെ കേസിലാണെങ്കിലോ NBFCs കനോട്ട് ഇഷ്യൂ ചെക്ക് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഓൺ ഇറ്റ് സെൽഫ്, NBFCക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. മൂന്നാമതാണ് DICGC. നോക്കിക്കേ, എന്താണ് DICGC എന്ന് പറയുന്നത്? അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കിയേ. ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആണ് DICGC എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു DICGC എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും അല്ലേ. അപ്പോൾ ഈ ഒരു DICGC എന്ന് പറയുന്നത് RBIയുടെ ഒരു സ്പെഷ്യൽ ഡിവിഷനാണ്. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഈ ഒരു DICGC എസ്റ്റാബ്ലിഷ് ചെയ്തത് 1978 DICGC ആക്ടിന് കീഴിലാണ്. അപ്പോൾ ഇത് 1978 ജൂലൈ 15 ഈ ഒരു DICGC നിലവിൽ വരുന്നത്. ഇനി ഈ ആക്ട് വരുന്നത് 1961. അപ്പോൾ ഒന്നുമില്ല, ഇത്ര ഓർക്കുക, RBIയുടെ ഒരു സ്പെഷ്യൽ ഡിവിഷനാണ് ഈ ഒരു DICGC എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1978, DICGC ആക്ട് 1961 കീഴിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും അവരുടെ ഡിപ്പോസിറ്റേഴ്സിന്, അതായത് നിക്ഷേപകരുടെ നിക്ഷേപത്തിന് ഒരു ഇൻഷുറൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആ ഒരു ഡിപ്പോസിറ്റിന് ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ക്രെഡിറ്റിന് ഗ്യാരണ്ടി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം കണ്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ നോക്കിക്കേ, ഇനി നമ്മൾ നമ്മുടെ ഡിഫറൻസിലേക്ക് വരികയാണ്. ബാങ്കിൻ്റെ കേസിലാണെങ്കിൽ ദ പ്രൊട്ടക്ഷൻ അണ്ടർ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈസ് അവൈലബിൾ ടു ഡിപ്പോസിറ്റേഴ്സ്. DICGC ഇൻഷുറൻസ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അപ് ടു എ മാക്സിമം എമൗണ്ട് ഓഫ് 5 lakhs. ഈ ഒരു DICGCയുടെ കീഴിലുള്ള പ്രൊട്ടക്ഷൻ ആ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഡിപ്പോസിറ്റേഴ്സിന് ലഭ്യമാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, DICGC ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ അവിടെ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപകൻ്റെ മുതലും പലിശയും ചേർത്ത പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ചേർത്ത്, അതായത് 5 ലക്ഷം രൂപ വരെ മാക്സിമം അവരെ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഇൻഷുർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി NBFCയുടെ കേസിലേക്ക് വരികയാണെങ്കിലോ നോ സച്ച് പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ ടു ഡിപ്പോസിറ്റേഴ്സ്. അത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷനും അതിൽ ഈ ഒരു NBFCയിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർക്ക് ലഭ്യമല്ല. ഇനി നാലാമത്തെ പോയിന്റ് നോക്കിക്കേ, പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആണ്. ഏതൊക്കെയാണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ എന്ന് താഴെ തന്നിട്ടുണ്ട്. RTGC, ECS, നെഫ്റ്റ് എക്സെട്ര. അതായത് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെന്റ്, ECS, ഇതൊക്കെയാണ് ഈ ഒരു പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാങ്കിന്റെ കേസിലാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ കീഴിലുള്ള ഫെസിലിറ്റി ലഭ്യമാണോ അല്ലയോ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ബാങ്ക്സ് ആർ പാർട്ട് ഓഫ് ദ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഈ ഒരു പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. എന്നാൽ NBFCs ആർ നോട്ട് പാർട്ട് ഓഫ് ദ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമല്ല NBFC എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫെസിലിറ്റിയും ഇവരുടെ ഡിപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നതല്ല. ഇന്ന് നെക്സ്റ്റ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആണ്. നോക്കിക്കേ, ബാങ്ക്സ് ഹാവ് ടു കംപ്ലൈ വിത്ത് ദ RBI സ്റ്റിപ്പുലേഷൻസ് റിഗാർഡിംഗ് പ്രയോറിറ്റി ലെൻഡിങ്. അതായത് ബാങ്കുകളെ സംബന്ധിച്ച് ഈ ഒരു പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് RBIയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് മാൻഡറ്ററി ആയിട്ട് അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ NBFCയുടെ കേസിലാണെങ്കിലോ നോ സച്ച് നോംസ് ഫോർ NBFCs. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളോ സ്റ്റിപ്പുലേഷൻസോ ഒന്നും തന്നെ NBFCക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് ഇല്ല. നെക്സ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്.
ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDIയുടെ എത്രത്തോളം ബാങ്കുകൾക്ക് NBFCകൾക്കും ലഭ്യമാണ് അതിന്റെ ആ ലിമിറ്റ് ആണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, FDI ലിമിറ്റ് 74% ഫോർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് 20% ഫോർ പബ്ലിക് സെക്ടർ ബാങ്ക്. നോക്കിക്കേ, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് എങ്കിൽ FDI ലിമിറ്റ് എന്ന് പറയുന്നത് 74%, പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് എങ്കിൽ 20%. ഇനി NBFCയുടെ കേസിലേക്ക് വരികയാണ് എങ്കിൽ FDI ലിമിറ്റ് ഈസ് 100% ബട്ട് അലൗഡ് ഓൺലി ഇൻ 80 specified activities like merchant banking, stock broking, credit rating, housing finance, etc. ഇവിടെ ഈ ഒരു NBFCയുടെ കേസിലാണ് എങ്കിൽ FDI ലിമിറ്റ് എന്ന് പറയുന്നത് 100%, പക്ഷേ ഇത് അലൗഡ് ആയിട്ടുള്ളത് കുറച്ച് സ്പെസിഫൈഡ് ആക്ടിവിറ്റീസിന്റെ കേസിലാണ്. അതായത് മെർച്ചന്റ് ബാങ്കിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ് പോലെയുള്ള 18 സ്പെസിഫൈഡ് ആക്ടിവിറ്റീസിന് മാത്രമേ ഇത് അലൗഡ് ആയിട്ട് ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഏഴാമത്തത് ലൈസൻസിങ് നോംസ് ആണ്. നോക്കിക്കേ, ദ ലൈസൻസിങ് നോംസ് ഫോർ ബാങ്ക്സ് ആർ വെരി സ്ട്രിഞ്ചന്റ്. അതായത് ഈ ഒരു ലൈസൻസിങ് നോംസ് ബാങ്കുകൾക്കാണ് എങ്കിൽ വളരെ കർശനമായിട്ടുള്ളതാണ് ആ ഒരു പ്രോസസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ NBFCയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ NBFCs ലൈസൻസിങ് നോംസ് ആർ റിലേറ്റീവ്ലി ലിബറൽ ആൻഡ് ആസ് സച്ച് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ദ RBI അപ്രൂവൽ. NBFCയുടെ ലൈസൻസിങ് നോംസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടി മറ്റേതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ലിബറൽ ആണ്. അതുപോലെ തന്നെ RBIയുടെ അപ്രൂവൽ ലഭിക്കാൻ വളരെ എളുപ്പവുമാണ്. നെക്സ്റ്റ്, RBIയുടെ രജിസ്ട്രേഷന്റെ ബേസിസിൽ NBFCകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നോക്കിക്കേ, NBFCs രജിസ്റ്റേർഡ് വിത്ത് RBI ആൻഡ് NBFCs നോട്ട് രജിസ്റ്റേർഡ് വിത്ത് RBI. അതായത് RBIയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള NBFCs അല്ലെങ്കിൽ മാൻഡറ്ററി ആയിട്ടും ചെയ്യേണ്ട NBFCസും അതുപോലെ തന്നെ RBIയിൽ രജിസ്റ്റർ ചെയ്യാത്ത NBFCസും. നോക്കിക്കേ, അപ്പോൾ ഈ ഒരു NBFCs രജിസ്റ്റേർഡ് വിത്ത് RBI ആണ് അതിൽ ആദ്യത്തേത്. അപ്പോൾ അതിന് നമുക്ക് 10 പോയിന്റ്സ് ആണ് അതിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് അസറ്റ് ഫിനാൻസ് കമ്പനീസ്, AFC. നോക്കിക്കേ, AFC is a financial institution carrying on as its principal business the financing of physical assets supporting productive or economic activities such as automobiles, tractors, lathe machines, generator sets, etc. നോക്കിക്കേ, എന്താണ് അസറ്റ് ഫിനാൻസ് കമ്പനി അഥവാ AFC എന്ന് പറയുന്നത്? നോക്കിക്കേ, ഓട്ടോമൊബൈൽസ്, ട്രാക്ടറുകൾ അതുപോലെ തന്നെ ജനറേറ്റർ സെറ്റുകൾ മുതലായ ഉൽപാദന സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫിസിക്കൽ അസറ്റുകളെ ഫിനാൻസ് ചെയ്യുന്ന ഒരു ധനകാര്യ സ്ഥാപനം അഥവാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് AFC അഥവാ അസറ്റ് ഫിനാൻസിങ് കമ്പനി എന്ന് പറയുന്നത്. ദ റിക്വയർഡ് ക്രൈറ്റീരിയാസ് ആർ. നോക്കിക്കേ, ഇവിടെ AFCയുടെ ആവശ്യമായ മാനദണ്ഡങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ലോൺസ് ഗിവൻ ടു പർച്ചേസ് ദ ഫിക്സഡ് അസറ്റ് ടു ടോട്ടൽ അസറ്റ് റേഷ്യോ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 60%. നോക്കിക്കേ, ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ നൽകുന്ന വായ്പകൾ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് റേഷ്യോയുടെ 60% കുറവായിരിക്കരുത്. രണ്ടാമത് എന്താണ് പറയുന്നത്? ഇൻകം ഫ്രം സച്ച് ഫിനാൻസിങ് ടു ടോട്ടൽ ഇൻകം ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 60%. അത്തരം ഫിനാൻസിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിന്റെ 60% കുറവായിരിക്കരുത്. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കുക, ഈ കൊടുക്കുന്ന ലോണും അതുപോലെ തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകവും 60% കുറവാകരുത്. ബിർള സൺ ലൈഫ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി അതുപോലെ തന്നെ ICI അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇതൊക്കെ ഈ ഒരു AFCയുടെ എക്സാമ്പിളുകളാണ്. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. നോക്കിക്കേ, ഇറ്റ് മീൻസ് എ കമ്പനി വിച്ച് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരിങ് ഓൺ ആസ് ഇറ്റ്സ് മെയിൻ ബിസിനസ് ഓഫ് ദ അക്വസിഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? അതും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ഇത്തരം കമ്പനികളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റീസിന്റെ അക്വസിഷൻ ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആണ്. മൂന്നാമത്തത് ലോൺ കമ്പനിയാണ്. നോക്കിക്കേ, ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരിങ് ഓൺ ആസ് ഇറ്റ്സ് മെയിൻ ബിസിനസ് ബൈ പ്രൊവൈഡിംഗ് ഫിനാൻസ് വെദർ ബൈ മേക്കിംഗ് ലോൺസ് ഓർ അഡ്വാൻസസ് ഓർ അതർവൈസ് ഫോർ എനി ആക്ടിവിറ്റീസ് അതർ ദാൻ ഇറ്റ്സ് ഓൺ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഓൺ അസറ്റ് ഫിനാൻസ് കമ്പനി. ലോൺ കമ്പനീസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലേ. ഇതിന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റീസിന് കീഴിൽ അസറ്റ് ഫിനാൻസ് കമ്പനീസ് ഒരിക്കലും ഉൾപ്പെടത്തില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ HDFC ലിമിറ്റഡ്, LIC ഫിനാൻസ് ലിമിറ്റഡ്, PNB ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് പോലെയുള്ള ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ആണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. Mortgage Guarantee Company or MGC are financial institution for which
at least 90% of the business turnover is mortgage guarantee business, or at least 90% of the gross income is from mortgage guarantee ബിസിനസ്. നോക്കിക്കേ, മോർഗേജ് ഗ്യാരണ്ടി കമ്പനി അഥവാ MGC എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ അതിന്റെ ബിസിനസ് ടേൺ ഓവറിന്റെ 90% എന്ന് പറയുന്നത് മോർഗേജ് ഗ്യാരണ്ടി ബിസിനസ്സിൽ നിന്നായിരിക്കണം. അല്ല എങ്കിൽ അതിന്റെ ഗ്രോസ് ഇൻകത്തിന്റെ 90% എന്ന് പറയുന്നത് മോർഗേജ് ഗ്യാരണ്ടി ബിസിനസ്സിൽ നിന്നായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു മോർഗേജ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ആ ഒരു മോർഗേജ് ഗ്യാരണ്ടി കമ്പനി തന്നെയാണ്. നെക്സ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനി അഥവാ IFC. നോക്കിക്കേ, ആൻഡ് IFC ഈസ് ഡിഫൈൻഡ് ആസ് നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC. IFC ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആയിട്ടാണ്. നോക്കിക്കേ, ദാറ്റ് ഡിപ്ലോയ്സ് എ മിനിമം ഓഫ് 75% ഓഫ് ഇറ്റ്സ് അസറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ലോൺസ്. അപ്പോൾ ഇത് അതിൻ്റെ അസറ്റുകളുടെ മിനിമം 75% ഇൻഫ്രാസ്ട്രക്ചർ ലോണുകളിലാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്, വിന്യസിച്ചിട്ടുള്ളത്. ദിറ്റ് ഹാസ് എ മിനിമം നെറ്റ് വർത്ത് ഓഫ് ₹300 crores. അതിൻ്റെ മിനിമം നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 300 കോടിയാണെന്നാണ് പറയുന്നത്. And that has minimum credit rating of A by CRISIL, Fitch, CARE, ICRA or by any credit rating agencies accredited by RBI. നോക്കിക്കേ, ക്രിസിൽ, ഫിച്ച്, അതുപോലെ തന്നെ ICRA അല്ലെങ്കിൽ RBI അംഗീകാരമുള്ള ഏതെങ്കിലും ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ മിനിമം ക്രെഡിറ്റ് റേറ്റ് ആയിട്ടുള്ള A ഇതിന് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കേ, ദാറ്റ് ഹാസ് എ മിനിമം ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോ ഓഫ് 50% വിത്ത് ടയർ 1 ക്യാപിറ്റൽ ഓഫ് 10%. ഈ ടയർ 1 ക്യാപിറ്റലിൻ്റെ 10%-നോടൊപ്പം തന്നെ CRARൻ്റെ അതായത് മിനിമം ക്യാപിറ്റൽ ടു റിസ്ക് അസറ്റ് റേഷ്യോയും ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി, അതുപോലെ തന്നെ GMR ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഒക്കെയാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കമ്പനിയുടെ IFCയുടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അഥവാ CIC. നോക്കിക്കേ, കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി മീൻസ് ആൻ NBFC carrying on the business of acquisition of shares and securities which satisfies the following conditions. നോക്കിക്കേ, ഷെയറുകളുടെയും സെക്യൂരിറ്റികളുടെയും അക്വസിഷൻ അതായത് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് നടത്തുന്ന ഒരു NBFC ആണ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അഥവാ CIC എന്ന് പറയുന്നത്. അപ്പോൾ അത് താഴെ തന്നിരിക്കുന്ന കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ട്. നോക്കിക്കേ, ഇറ്റ് ഹോൾഡ്സ് നോട്ട് ലെസ് ദാൻ 90% ഓഫ് ദ ടോട്ടൽ asset in the form of investment in equity shares, preference shares, debt or loan in group companies. അതായത് ഗ്രൂപ്പ് കമ്പനികളിലെ ഇക്വിറ്റി ഷെയറുകളിലോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറുകളിലോ ലോണുകളിലോ ഒക്കെ നിക്ഷേപത്തിന്റെ രൂപത്തിൽ അതിന്റെ ടോട്ടൽ അസറ്റിന്റെ 90% കുറയാതെ ഇത് ഹോൾഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹോൾഡ് ചെയ്യണം, അതൊരു കണ്ടീഷനാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഇക്വിറ്റി ഷെയർസ് ഇൻക്ലൂഡിംഗ് instruments compulsorily convertible into equity shares within a period not exceeding 10 years from the date of issue in group companies constitute not less than 60% of its total asset. ഗ്രൂപ്പ് കമ്പനികളിലെ ഇക്വിറ്റി ഷെയറുകൾ, അതായത് ഈ ഒരു ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 10 വർഷത്തിൽ കൂടാതെ കാലയളവിനുള്ളിൽ നമുക്ക് നിർബന്ധമായിട്ടും ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റാവുന്ന ഇൻസ്ട്രുമെന്റുകൾ ഉൾപ്പെടെയുള്ള ഇക്വിറ്റി ഷെയറുകൾ അതിൻ്റെ ടോട്ടൽ അസറ്റുകളുടെ അല്ലെങ്കിൽ ടോട്ടൽ ആസ്തിയുടെ 60% കുറയാതെ നിക്ഷേപം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കേ, ഇറ്റ് ഡസ് നോട്ട് ട്രേഡ് ഇൻ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസ്, ഡെപ്റ്റ്സ് ഓർ ലോൺസ് ഇൻ ഗ്രൂപ്പ് കമ്പനീസ് എക്സെപ്റ്റ് ത്രൂ ബ്ലോക്ക് സെയിൽ ഫോർ ദ പർപ്പസ് ഓഫ് ഡയലൂഷൻ ഓർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നോക്കിക്കേ, ഗ്രൂപ്പ് കമ്പനികളിലെ ഷെയറുകളിലെ അല്ലെങ്കിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ലോണുകളിൽ ഉള്ള നിക്ഷേപങ്ങളിൽ ഡയലൂഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിനായി ബ്ലോക്ക് സെയിൽ വഴി അല്ലാതെ ട്രേഡ് ഇവർ ചെയ്യുന്നില്ല. മൂന്നാമത്തെ നോക്കിക്കേ, ഇറ്റ് ഡസ് നോട്ട് ക്യാരി ഓൺ എനി അതർ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് റെഫർ ടു ഇൻ സെക്ഷൻ 45(1) subsection C and 45(1) subsection F of the RBI Act 1934 except investment in bank deposits, money market instruments, government securities, loan and investment in debt insurance of group companies or guaranteed issued on behalf of group companies. ബാങ്ക് ഡിപ്പോസിറ്റ്സ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നിവയിലെ നിക്ഷേപം ഒഴികെ 1934 RBI നിയമത്തിലെ സെക്ഷൻ 45(1) സബ്സെക്ഷൻ സിയും അതുപോലെ തന്നെ 45(1) സബ്സെക്ഷൻ F എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇത് നടത്തുന്നില്ല. ഇവിടെ ഒരു നോട്ട് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, CICC requires RBI registration only if their asset size is more than ₹100 crore or more such
CIC are known as systematically important core investment companies. നോക്കിക്കേ, ഈ ഒരു CIC അതായത് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ RBIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എപ്പോൾ മാത്രമാണെന്നാണ് പറയുന്നത്? അതിൻ്റെ അസറ്റ് സൈസ് എന്ന് പറയുന്നത് 100 കോടി അല്ലെങ്കിൽ 100 കോടിക്ക് മുകളിലാണ് എങ്കിൽ മാത്രം അത് RBI രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള CICസിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഏഴാമത്തെ പോയിന്റാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട്. നോക്കിക്കേ, NBFC IDF നോക്കിക്കേ, ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഫെസിലിറ്റേറ്റ്സ് ദ ഫ്ലോ ഓഫ് ലോങ് ടേം ഡെപ്റ്റ് ഇൻ ടു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിലേക്ക് ലോങ് ടേം ഡെപ്റ്റിന്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു അല്ലേ. ദസ് IDF NBFC വിൽ ബി സെറ്റ് അപ്പ് എയ്തർ എസ് ട്രസ്റ്റ് ഓർ എസ് എ കമ്പനി. ഈ ഒരു IDF NBFC എന്താണ്, ട്രസ്റ്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ കമ്പനിയുടെ രൂപത്തിലോ സെറ്റപ്പ് ചെയ്യാം. എ ട്രസ്റ്റ് ബേസ്ഡ് IDF വുഡ് നോർമലി be a mutual fund, whereas a company based IDF would be normally be NBFC. അതായത് നമ്മൾ പറഞ്ഞു കമ്പനിയുടെ ഫോമിലോ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ രൂപത്തിലോ അത് സെറ്റപ്പ് ചെയ്യാന്നല്ലേ. ഇനി ട്രസ്റ്റിന്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള IDF എന്ന് പറയുന്നത് നോർമലി മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും. ഇനി കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള IDF ആണ് എങ്കിൽ അത് നോർമലി NBFC ആയിരിക്കും, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിരിക്കും, അതായത് IDF NBFC. നോക്കിക്കേ, ദ ഇൻവെസ്റ്റേഴ്സ് വുഡ് ബി പ്രൈമർലി ഡൊമസ്റ്റിക് ആൻഡ് ഓഫ് ഷോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, എസ്പെഷ്യലി ഇൻഷുറൻസ് ആൻഡ് പെൻഷൻ ഫണ്ട് വിച്ച് ഹാവിംഗ് ലോങ് ടേം റിസോഴ്സസ്. IDF NBFC would be regulated by the Reserve Bank. All criteria of infrastructure finance company are applicable to IDF also. പ്രത്യേകിച്ചും ഇൻഷുറൻസ് പെൻഷൻ ഫണ്ടുകൾക്ക് ലോങ് ടേം റിസോഴ്സസ് ഉണ്ട് എങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രൈമർലി ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഓഫ് ഷോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു IDF NBFC റെഗുലേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ടിന് എക്സാമ്പിളായിട്ട് പറയുന്നത് L&T IDF, അതുപോലെ തന്നെ ഇന്ത്യ ഇൻഫ്രാ ഡെപ്റ്റ്, അതുപോലെ തന്നെ IDFC IDF എക്സെട്ര. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. എട്ടാമത്തത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കിക്കേ, ആൻഡ് NBFC MFI is defined as a non-deposit taking NBFC other than a company licensed under Section 8 of the Companies Act 2013 which satisfies the following criteria. നോക്കിക്കേ, ഈ ഒരു MFI എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ് അല്ലേ. അതായത് 2013 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 8 കീഴിലെ ലൈസൻസ്ഡ് അല്ലാത്ത കമ്പനികളാണ് ഈ ഒരു നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC എന്ന് പറയുന്നത്. അപ്പോൾ അത് താഴത്തെ കുറച്ച് മാനദണ്ഡങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട് ഓഫ് 5 crores for NBFC MFIs registered in the northeastern region of the country. The minimum NOF requirement shall stand at 2 crore. ഇവിടെ മിനിമം നെറ്റ് ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് 5 കോടിയാണ്. ഇനി നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള NBFC MFI ആണ് എങ്കിൽ അവിടെ വരുന്ന NOF മിനിമം NOF എന്ന് പറയുന്നത് 2 കോടിയാണ്. നെക്സ്റ്റ് നോക്കിയാൽ നോട്ട് ലെസ് ദാൻ 85% ഓഫ് ഇറ്റ്സ് നെറ്റ് അസെറ്റ് ആർ ഇൻ ദ നേച്ചർ ഓഫ് ദ ക്വാളിഫൈങ് അസെറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ NBFC extend a loan to a rural household whose annual income exceeds 1 lakh is not a qualified asset. If his or her annual income is less than 1 lakh, it will become a qualified asset. Similarly, if the loan is extended after taking a collateral security, such a loan will not be qualified asset. ഈ നെറ്റ് അസറ്റിന്റെ 85% ക്വാളിഫൈഡ് അസറ്റിന്റെ നേച്ചറിലുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു NBFC റൂറൽ ഹൗസ് ഹോൾഡ്, അതായത് അവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ അധികമുള്ള 1 ലക്ഷത്തിൽ കവിഞ്ഞ ആനുവൽ ഇൻകം ഉള്ള ഒരു റൂറൽ ഹൗസ് ഹോൾഡിന് ലോണ് NBFC എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതൊരിക്കലും ഒരു ക്വാളിഫൈഡ് അസറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ആ റൂറൽ ഹൗസ് ഹോൾഡ് ഇപ്പോൾ അവനോ അവളുടെയോ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ അവരുടെ ആ ഒരു ഇതെന്താണ് ക്വാളിഫൈഡ് അസറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നോക്കിക്കേ, സിമിലർലി ഇഫ് ദ ലോൺ ഈസ് എക്സ്റ്റെൻഡ് ആഫ്റ്റർ ടേക്കിംഗ് കൊളാട്രൽ സെക്യൂരിറ്റി സച്ച് ലോൺ വിൽ നോട്ട് ബി എ ക്വാളിഫൈഡ് അസറ്റ്. അതായത് ഇപ്പോൾ ഈ ഒരു ലോൺ നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റീസ് എടുത്ത ശേഷമാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ലോണുകളും എന്താണ് ക്വാളിഫൈഡ് അസറ്റ് അല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇസാഫ് മൈക്രോ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നോക്കിയാൽ 9ാമത്തെ പോയിന്റാണ് NBFC ഫാക്ടർ. നോക്കിക്കേ, NBFC ഫാക്ടർ ഈസ് എ നോൺ ഡിപ്പോസിറ്റ് ബാങ്കിങ് NBFC എൻഗേജ്ഡ് ഇൻ ദ പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് ഫാക്ടറിങ്. The financial asset in the factoring business should constitute at least 50% of its total asset, and its income derived from factoring business should not be less than 5% of its gross income. നോക്കി ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഒരു NBFC ഫാക്ടർ എന്ന് പറയുന്നത് നോൺ ഡിപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. ഇത് എൻഗേജ് ചെയ്തിരിക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞത് എന്താണ്? ഫാക്ടറിംഗ് ആണ് അല്ലേ.
ആ ഒരു പേര് പോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ അസറ്റ്, ഈ ഒരു ഫാക്ടറിങ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റിൻ്റെ 50% കാണണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫാക്ടറിങ് ബിസിനസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഇൻകം, ഇതിൽ നിന്നും ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ഇൻകത്തിൻ്റെ 5% കുറയാതെ കാണണം. നോക്കിയാൽ ഈ NBFC ഫാക്ടറിൻ്റെ എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, SBI ഫാക്ടർ, ക്യാൻ ബാങ്ക് ഫാക്ടർ, HSBC ഫാക്ടറിങ്. 10ാമത്തെ പോയിന്റാണ് റെസിഡ്വറി നോൺ ബാങ്കിങ് കമ്പനി. നോക്കിക്കേ, RNBC അല്ലേ. നോക്കിക്കേ, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് എ കമ്പനി ആൻഡ് ഹാസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് റിസീവിംഗ് ഡിപ്പോസിറ്റ്സ് അണ്ടർ എനി സ്കീം ഓർ അറേഞ്ച്മെന്റ് ഇൻ വൺ ലംസം ഓർ ഇൻ ഇൻസ്റ്റാൾമെന്റ് ബൈ വേ ഓഫ് contributions or any other manner or lending in any manner. They need to follow RBI prudential norms and are required to maintain investment as per the direction of the RBI. They can accept deposits for a minimum period of 12 months and maximum period of 84 months. ഇതൊരു RNBC എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു കമ്പനിയാണ് അല്ലേ. ഇതിൻ്റെ പ്രിൻസിപ്പൽ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പോസിറ്റ്സ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു നിക്ഷേപങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കീമിന് കീഴിൽ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റിന് കീഴിൽ ഒറ്റത്തവണയായിട്ട് ലംസമായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ആയിരിക്കും ഈ ഇത് ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത്. ഇതിന് RBIയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ RBIയുടെ ഡയറക്ഷൻസ് അനുസരിച്ച് ഇവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള ഒരു മിനിമം പീരീഡ് എന്ന് പറയുന്നത് 12 മാസമാണ്. മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 84 മാസം വരെയാണ് ഇവർക്ക് ആ ഒരു ഡിപ്പോസിറ്റ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, RNBC cannot be an asset finance company or loan company or investment. ഈ ഒരു RNBC എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അസറ്റ് ഫിനാൻസ് കമ്പനിയോ ലോൺ കമ്പനിയോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും ആയിരിക്കത്തില്ല. ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് സഹാറ ഇന്ത്യൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ 2015 RBI ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് NBFC ബേസ്ഡ് ഓൺ രജിസ്ട്രേഷൻ വിത്ത് RBI. അതിൽ നമ്മൾ NBFC രജിസ്റ്റേർഡ് വിത്ത് RBI അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ NBFC നോട്ട് രജിസ്റ്റേർഡ് വിത്ത് RBI ആണ് പഠിക്കാൻ പോകുന്നത്. നോക്കിക്കേ, NBFC not registered with the RBI. Some NBFCs are not required to be registered with the RBI for the purpose of avoiding dual regulations. These companies do not need RBI registration as they are regulated by other regulators. ഓക്കെ, ഈ ചില NBFCകൾക്കാണ് എങ്കിൽ RBIയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇല്ല. കാരണം എന്താണ്? ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI അല്ല, മറ്റ് റെഗുലേറ്റേഴ്സ് ആണ്. The NBFCs that do not require RBI registration are given below. RBIയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത NBFCകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് റെഗുലേറ്റഡ് ബൈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട്. ഈ ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനി റെഗുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കമ്പനീസ്, മെർച്ചന്റ് ബാങ്കിങ് കമ്പനീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് കമ്പനീസ് എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കിംഗ്, സബ് ബ്രോക്കിംഗ്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കിങ്ങിലും സബ് ബ്രോക്കിങ്ങിലൊക്കെ എൻഗേജ് ചെയ്തിരിക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മെർച്ചന്റ് ബാങ്ക് കമ്പനീസ്, ഇത്തരത്തിലുള്ള കമ്പനീസൊക്കെ അത് റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് നീതി കമ്പനീസ് ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ് കമ്പനീസ് ആണ്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമാണ്. 4th പോയിന്റ് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ഇൻഷുറൻസ് കമ്പനീസ് അത് റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അതുപോലെ തന്നെ 5ാമത് വരുന്നത് ചിറ്റ് ഫണ്ട് കമ്പനീസ് ആണ്. അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് റെസ്പെക്റ്റീവ് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. അതുപോലെ തന്നെ ചിറ്റ് ഫണ്ട് ആക്ട് 1982 കീഴിലാണ്, അതാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. 6ാമത്തത് ഗവൺമെൻറ് കമ്പനീസ് ആണ്. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ ഒരു NBFCയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പറയുന്നത് കാരണം എന്താണ്? ഈ ഒരു ഡ്യുവൽ റെഗുലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എന്താണ്? ഓൾറെഡി ഇതിന് എന്താണ് മറ്റ് റെഗുലേറ്റേഴ്സ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ SEBI പോലെയുള്ള മറ്റ് റെഗുലേറ്റേഴ്സ് ഓരോന്നിനും, അതായത് ഹൗസിംഗ് ഫിനാൻസ് കമ്പനിക്കാണ് എങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ടാണ്. അങ്ങനെ ഓരോ ആക്റ്റുകളും ഓരോ മറ്റ് റെഗുലേറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡ്യുവൽ റെഗുലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് RBIയുടെ കീഴിൽ ഇതിനെ രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പറയുന്നത്.